ഹലോ, ഇനി എല്ലാവരോടും വിശദീകരിക്കണ്ടല്ലോ. തമ്മിൽ കണ്ടിട്ടാകുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ. അതേ, നമ്മൾ ഇന്ന് മൂകാംബിക പോവാണ് നൈനുവിനെ എഴുത്തിലിരുത്താൻ വേണ്ടിയിട്ട്. അതിന് രാവിലെ പോകുമ്പോൾ സെറ്റ് സാരി കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മൂകാംബിക ഒരു ദിവസം സ്റ്റേ ആണ്. അപ്പോൾ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഇനി നേരെ ബാഗിലേക്ക് എടുത്തു വെക്കേണ്ട പണിയും കൂടി ഉണ്ട്. ഇന്ന് ഞാൻ നേരത്തെ ഉറങ്ങിയിട്ടെ. ഇന്നത്തെ ദിവസം ഇന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഇന്ന് നേരത്തെ ഉറങ്ങി. രാവിലെ ഒരു 3 മണിക്കെങ്കിലും എണീക്കണം. അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ. അപ്പോൾ ഓക്കെ, രാവിലെ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് റെഡി ആയി കേട്ടോ. കണ്ണെഴുതുന്നതിൻ്റെ തിരക്കാട്ടനായിരുന്നു. ആദ്യം തന്നെ നൈനുവിനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സാരി ഉടുത്തിട്ടാകുമ്പോൾ റെഡിയാക്കൽ മുഷ്കിലായിരിക്കും. യോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ് പറ. നൈനു എവിടെ പോന്നേ പറ. തമ്പാശ്ശേരിയൊക്കെ പോന്ന് എഴുത്തിലിരുത്താൻ പോന്നല്ലേ. ആരെല്ലാം പോന്നേ പറ. പിന്നെ പോയിട്ട് വരാം ഗായ്സ് എന്ന് പറ. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടോ. ഇതാട്ടോ ഞങ്ങളെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ടെന്ന് പറയണേ. അത് കഴിഞ്ഞ് അച്ഛനമ്മയും വന്നു. അച്ഛൻ വരുന്നില്ല കേട്ടോ. അമ്മേനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നു. ചക്കരയും വന്ന്. നമ്മൾ 4 മണി എന്നാട്ടോ ടൈം പറഞ്ഞത്. 4 മണി പറഞ്ഞാൽ 4:30 ആകുമ്പോൾ പോകും. അതുകൊണ്ട് 4 മണി എന്ന് പറഞ്ഞു. അങ്ങനെ 4:30 ആകുമ്പോൾ ഞങ്ങൾ റെഡിയായി. അച്ഛൻ്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് പൈസ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആട്ടേക്ക് കാണുന്നത്. നമ്മൾ 8 പേരാണ് കേട്ടോ പോകുന്നത്. 8 പേരുടെ ലഗേജും പിന്നെ കൂടാണ്ട് വെള്ളം, ചായ, പിന്നെ സ്നാക്സ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മളെ 3 ബാക്കിലിരുന്നു കേട്ടോ. ചക്കര പറയുന്നത് കസിൻ സിസ്റ്ററാണ്. ഇത് എൻ്റെ അമ്മ. പിന്നെ ഞാൻ ബാക്കിലിരുന്നു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അലോടിൻ്റെ അച്ഛനും അമ്മയും ഇളയപ്പനും. പിന്നെ ചിക്കുവും അലോടിനും ഫ്രണ്ടിൽ. നമ്മൾ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നത്. എത്തിയതിന് ശേഷം അവിടെ ഒരു റൂം എടുക്കണം. റൂം എടുത്തിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിലേക്ക് പോയിട്ട് ബാക്കി എന്താണെന്ന് അവിടെ ചെന്നിട്ട് പറയും. പിന്നെ വണ്ടിയിൽ കുറച്ച് സമയം പാണ്ടിപ്പട സിനിമ വെച്ചിട്ടാണ്. കോമഡി പടം അല്ലേ. ചിരിച്ച് ചത്ത് എത്താ കണ്ടാലും മതി വരാത്ത സിനിമയല്ലേ. അങ്ങനെ നമ്മൾ മംഗലാരം എത്തിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. ഹായ് ഹായ്. അച്ഛൻ അമ്മ അപ്പുറത്തിരുന്നിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഞങ്ങളെല്ലാവരും മസാല ദോശയും കറിയാണ് കേട്ടോ വാങ്ങിച്ചത്. ചിക്കു മാത്രം പൂരിയും ബാജി എന്ന് പറയുന്നത് നമ്മളെ മസാല തന്നെയാണ്. ഇത് മസാല ദോശയ്ക്ക് മസാല അപ്പൊ കിട്ടിട്ടാ. ദോശ വേണോ? നൈനു അവിടുന്ന് കഴിക്കാത്തതുകൊണ്ട് നൈനൊരു ഗീ റോസ്റ്റ് പാർസൽ വാങ്ങിച്ച്. അപ്പോൾ നമ്മൾ ഫുഡും കഴിച്ച്. ഫുഡ് കുഴപ്പമില്ലായിരുന്നു. നല്ലതെന്ന് പറയാനുമില്ല, മോശം എന്ന് പറയാനുമില്ല. ഓക്കെ. അങ്ങനെ നമ്മൾ എത്താറായിട്ടോ. മൂകാംബിക അമ്പലത്തിൻ്റെ മെയിൻ കവാടമാണ് കാണുന്നത്. അതിന്
കുറച്ചേ പോകാനുള്ളൂ. ഇനി അവിടെ എത്തിയിട്ട് വേണം റൂമും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമ്മൾ പോകുന്നതിന് മുമ്പേ കുറേ റിസർച്ചെല്ലാം നടത്തിയിട്ടോ യൂട്യൂബിൽ മുന്നേ പോയവരെല്ലാം. അതെല്ലാം നോക്കി എവിടെ നല്ല ഹോട്ടൽ കിട്ടും, കുറഞ്ഞ റേറ്റിൽ എങ്ങനെ കിട്ടും എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നല്ല നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കിട്ടുമെന്നറിയില്ല, നോക്കാം. അങ്ങനെ നമ്മൾ ഒരുപാട് അന്വേഷിച്ചു, ഒരു റൂം നമുക്ക് കിട്ടി കേട്ടോ. സാധാരണ ഇവിടെ ഹോട്ടൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് റൂംസ് ഇവിടെ ഉണ്ട്, ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ട്. പക്ഷേങ്കിൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. നമുക്കാണെങ്കിൽ ലഗേജ് വെക്കണം, രാത്രി കിടന്നുറങ്ങണം, ഒരു നൈറ്റേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ആദ്യം പോയയിടത്തെല്ലാം 2000, 1500 ഇതെല്ലാം പറഞ്ഞതാണ്. ലാസ്റ്റ് നമ്മൾ ഇത് 1050 രൂപക്ക് സെറ്റാക്കിയതാണ്. നമുക്ക് കിട്ടിയത് 3rd ഫ്ലോറിലാണ്. ഇവിടെ അമ്പലത്തിനടുത്ത് തന്നെ 500 രൂപക്ക് കിട്ടുന്ന ഹോട്ടൽസും ഉണ്ട്. പക്ഷേ ഇത്ര സൗകര്യങ്ങളുണ്ടാവില്ല. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂംസ്, ബാത്റൂം ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള 3 റൂമാണ് നമ്മൾ എടുത്തത്. നമ്മളെല്ലാവരും കൂടി ഒരു റൂമിൽ നിൽക്കാൻ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ ഇവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് 3 റൂം എടുത്തു. അങ്ങനെ നമ്മളെ ലഗേജെല്ലാം റൂമിൽ വെച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നൈനുവിൻ്റെ ഡ്രസ്സും ചേഞ്ച് ആക്കി ഇനി നമ്മൾ നേരെ അമ്പലത്തിലേക്ക്. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ ദേവികൃപ. നല്ല റൂമും കാര്യങ്ങളെല്ലാം ആണ്. നോൺ എ സിക്കാണെങ്കിൽ 1050 രൂപയും AC റൂമിനാണെങ്കിൽ 1550 രൂപയാണ് ഇവർ മേടിക്കുന്നത്. കേട്ടോ നമ്മൾ വന്ന കാറ്. ഇവിടുന്ന് ഏകദേശം ഒരു 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലേക്ക്. അങ്ങനെ നമ്മളവിടെ എത്തി, കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. സാധാരണ ഈ അമ്പലത്തിൽ വരുന്നത് എഴുത്തിനിരുത്താനും അങ്ങനത്തെ പരിപാടിക്കെല്ലാമാണല്ലോ. എന്നെ എഴുത്തിനിരുത്തിയത് നാട്ടിൽ തന്നെയാണ്. ചക്കരയുടെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇതിലാട്ടോ പോകേണ്ടത്. ചെരുപ്പ് അഴിച്ച് വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. ഇനിയിപ്പോൾ അകത്ത് തിരക്കുണ്ടോയെന്ന് അറിയില്ല. ഇന്ന് ശനിയാഴ്ചയും കൂടിയല്ലേ, നോക്കാം നമുക്ക് തിരക്കുണ്ടോയെന്ന്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. സാധാരണ ശനി ഞായറും ഇതിനേക്കാളും തിരക്കുണ്ടാകലുണ്ടെന്നാണ് പറഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് തിരക്ക് കുറവുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് നേരെ എഴുത്തിലിരുത്താൻ വേണ്ടിയിട്ട് പോവാം. ഇവിടെ കേട്ടോ എഴുത്തിലിരുത്തേണ്ടത്. ഇവിടെ കുറച്ച് തിരക്കുണ്ട്. ഇത് കണ്ടോ വലിയവർ എഴുതുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ നേർച്ചയാന്ന് തോന്നുന്നു. എഴുത്തിലെഴുത്തതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു റെസിപ്റ്റ് എടുക്കണം. ഒരാൾക്ക് 200 രൂപയാണ് ചാർജ്. ആദ്യം നമ്മൾ ഇതുപോലെ ചമണമടഞ്ഞ് ഇരിക്കണം. അതിനുശേഷം അവർ നമുക്ക് അരി തരും. അരി തന്നതിന് ശേഷം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയും. അവർ മന്ത്രം ജപിക്കും. നമ്മൾ അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കണം.
അവിടെ ആ ശ്ലോകം കഴിഞ്ഞതിന് ശേഷം അവർ ആരാണോ എഴുതുന്നത്, അരിയിൽ എഴുതുന്നത്, അവരുടെ പേരും നക്ഷത്രമാണ് ഈ ചോദിക്കുന്നത്. അതിനുശേഷം നമ്മുടെ കയ്യിൽ തന്ന അരി അതിലേക്ക് ഇടണം. പിന്നെ നമുക്ക് തളികയിൽ കുറച്ച് അരിയും പിന്നെ ചെറിയൊരു മഞ്ഞളുടെ കഷ്ണവും തരും കേട്ടോ. ആ മഞ്ഞളുടെ കഷ്ണം കയ്യിൽ പിടിച്ചിട്ടാണ് എഴുതിപ്പിക്കേണ്ടത്. പിന്നെ അവർ കുറച്ച് ശ്ലോകം ചൊല്ലും. ആ ശ്ലോകം നമ്മൾ എഴുതി പറയണം. അതിനുശേഷം നമ്മൾ ആ ഈ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം, അതായത് 1 2 3 എല്ലാം നമ്മൾ അരിയിൽ എഴുതിപ്പിക്കണം. ഹാങ്ങായി കട്ടായി. ലാസ്റ്റ് നമ്മൾ ദക്ഷിണ കൊടുക്കണം കേട്ടോ. അത് എത്രയായാലും പ്രശ്നമില്ല, കൊടുത്താൽ മതി. ഇതിൽ ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങാൻ നേരം ഞങ്ങൾ പറഞ്ഞു അവിടെ പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ പൂജാരി ഉണ്ടല്ലോ, അവർ പറഞ്ഞു നമസ്കരിക്കുമെന്ന്. അങ്ങനെ നമസ്കരിച്ച് എഴുന്നേൽക്കുന്ന വീഡിയോ ആണ് കണ്ടത് കേട്ടോ. നമസ്കരിക്കുന്ന വീഡിയോ എങ്ങനെയോ മിസ്സായിപ്പോയി. ഇതിനകത്തേക്ക് പോകാനുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്, ദർശനത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഇത്രയും തിരക്കായതുകൊണ്ട് നമ്മൾ രാവിലെ അകത്ത് കയറാൻ പോയില്ല, രാത്രിയാണ് കേട്ടോ അകത്ത് കയറിയത്. ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മധുര
മേമക്ക് വെച്ചു മേമക്ക് ഇല്ല കുറച്ച് സൈഡ് തന്നെ കുഴപ്പമില്ല. ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ കുറച്ച് നേരം അങ്ങനെ അമ്പലമൊക്കെ നോക്കി ക്യൂവിൽ നിന്നാൽ എന്തായാലും ഇപ്പോഴേ പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. ഇവിടെ എത്ര മണിക്കാണ് ഫുഡ് കൊടുക്കാൻ തുടങ്ങുക ഒന്നും അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. പൂജൊന്നും കഴിയേണ്ട അപ്പിയ വരില്ല അല്ലേ നമ്മ അതേപോലെ അതല്ലേ ആരോട്ടിട്ട് ആ പൂട്ടത് കാലുകൊണ്ട് പാ ഇല്ലപ്പാ ചോറും ഒരു ചട്നി പോലത്തെ സംഭവം സാമ്പാറും ആണ് കറി ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് ചോറ് മണിക്കുമ്പോൾ നമുക്ക് വേറെ കറിയാട്ടോ തരൽ. ഈ കറിയല്ല തരൽ, തൈരും പിന്നെ വേറൊരു കറിയാണ് തന്നത്. നിലത്തിരിക്കാലോ. നമ്മൾ രാത്രിക്കും ഇവിടുന്ന് തന്നെ കേട്ടോ ഫുഡ് കഴിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും ഇവിടെ പായസമുണ്ട്, നല്ല ഫുഡാണ്. ഇനി നമ്മളെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് കുടജാത്രയിലേക്ക് പോകേണ്ടതാണ്. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നേരെ കുടജാത്രയിലേക്ക് വിടും. ഇതിനു മുമ്പ് നമ്മൾ രഥത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് കുടജാത്രയിലേക്കാണ്. അപ്പോൾ കുടജാത്രയിലേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ പിറകെ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.